കാലാവസ്ഥാ മാറ്റം വലിയ രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത്. തണുപ്പുകാലത്ത് നിന്നും കടുത്ത വേനലിലേക്ക് എത്തുമ്പോൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. താപനിലയിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റം പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്. തണുപ്പുകാലം മാറി വേനലെത്തുമ്പോൾ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. വേനൽക്കാലത്തെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് സൂര്യാഘാതവും ചർമ്മ പ്രശ്നങ്ങളും. ചൂട് കൂടുമ്പോൾ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയും ഏറെയാണ്. വേനൽക്കാലത്ത് വെള്ളം നന്നായി കുടിക്കുക. 11 മുതൽ 3 വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യാതിരിക്കുകയും പുറത്തേക്കിറങ്ങാതിരിക്കുകയും ചെയ്യുക. കറുത്ത വസ്ത്രങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ശരീരം ഓടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വെയിലത്തിറങ്ങുന്നതിന് മുൻപ് സൺസ്ക്രീനുകൾ പുരട്ടുകയും സൺഗ്ലാസ് ഉപയോഗിക്കുകയും ചെയ്യണം. അതേസമയം ചർമ്മത്തിൽ കുരുക്കൾ, തിണർപ്പ്, മറുകുകളിൽ മാറ്റങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ സമീപിക്കുക. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് നിർജ്ജലീകരണം. താപനില ഉയരുന്നതോടെ അമിതമായി വിയർക്കുന്നത് നിർജ്ജലീകരണത്തിന് വഴിയൊരുക്കുന്നുണ്ട്. തലകറക്കം, ക്ഷീണം, മൂത്രത്തിന് ഇരുണ്ട നിറം എന്നിവയെല്ലാം നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളാണ്. വെള്ളം, ഇളനീർ, ജ്യൂസ് പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് നിർജ്ജലീകരണത്തെ തടയാൻ സാധിക്കും. ശൈത്യത്തിൽ നിന്ന് വേനലിലേക്ക് എത്തുമ്പോൾ പൂമ്പൊടിയുടെ തോത് ഉയരുന്നതിനനുസരിച്ച് അലർജിക്ക് വഴിയൊരുക്കുന്നുണ്ട്. തുമ്മൽ, മൂക്കടപ്പ്, കണ്ണിന് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ പൂമ്പൊടി മൂലം ഉണ്ടാകാറുണ്ട്. ശ്വാസകോശ അണുബാധകൾ താപനിലയിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ ശ്വാസകോശ അണുബാധകൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. കൈകൾ സോപ്പിട്ട് കഴുകുന്നതും തുമ്മുമ്പോൾ മുഖം മറയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ശുചിത്വ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. തൊണ്ടയിൽ ഉപ്പിട്ട ചൂടുവെള്ളം കൊള്ളുന്നതും ഇടയ്ക്ക് ആവി പിടിക്കുന്നതും ശ്വാസകോശ ബുദ്ധിമുട്ടുകൾക്ക് ശമനം നൽകും.